Hi, I'm Kannan Joshua Michael and welcome to my channel, The Christian Entrepreneur. ഞാൻ വലിയ ബോൾഡായിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി വാസ്തവത്തിൽ സമ്പത്തുണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് എതിരാണോ? നിങ്ങൾ ഏസ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ ഭൂരിപക്ഷമുണ്ട്. കാരണം ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് സമ്പത്തുണ്ടാക്കുന്നത് തെറ്റാണെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ബൈബിളിൽ ഒരിടത്തും സമ്പത്തുണ്ടാക്കുന്നത് തെറ്റാണെന്നോ റിച്ച് ആകുന്നത് തെറ്റാണെന്നോ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഈ സമ്പത്ത് കൊണ്ട് ഉള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് പലപ്പോഴും ബൈബിൾ വിമർശിച്ചിരിക്കുന്നത്. നമുക്ക് ബൈബിളിലെ 1-2 വാക്യങ്ങൾ വായിച്ചു നോക്കാം. Deuteronomy 8 chapter 8 verses 18 പറയുകയാണ്, "But remember the Lord, for it is He who gives you the ability to produce wealth." അപ്പോൾ അവിടെ പറയുകയാണ്, നിനക്ക് പണമുണ്ടാക്കാനുള്ള ശക്തി തരുന്നത് ദൈവമല്ലോ. അപ്പോൾ ആ ദൈവം പിന്നെ എങ്ങനെയാണ് സമ്പത്തിനെതിരാകുന്നത്? അതുപോലെ മറ്റൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് ഉൽപ്പത്തി 13:2 നമുക്കെല്ലാം അറിയാം. അവിടെ പറയുന്നത്, അബ്രഹാം ശരിക്കും തൻ്റെ സ്വർണത്തിലും വെള്ളിയിലും ആടുമാടുകളിലും ഒക്കെ ബഹുസമ്പന്നനായിരുന്നെന്നാണ്. അപ്പോൾ ദൈവം സമ്പത്തിനെതിരാണെങ്കിൽ എങ്ങനെയാണ് അബ്രഹാം ഇത്രമാത്രം റിച്ച് ആകുന്നത്? ഇനി യാക്കോബും യോസേഫും ഇവരെല്ലാവരും സമ്പന്നരായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ദൈവം ഒരിക്കലും സമ്പത്തിനെതിരല്ല, ഈവൻ ജീസസ് പോലും. കാരണം യേശുവിനെ ക്രൂസിഫൈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിന് വേണ്ടി ലോട്ടിട്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ എഴുതിയേക്കുന്ന ഇങ്ങനെയാണ് ഹിസ്റ്റോറിയൻസ്, ലോട്ടിടുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കീറിയെടുക്കാൻ പറ്റത്തില്ലാത്ത വിധം വിശേഷമായിരുന്ന ശരിക്കും ബ്രാൻഡഡ് ഡ്രസ്സായിരുന്നെന്നാണ്. പിന്നെ യേശുവിൻ്റെ ലൈഫ് ശരിക്കും നിങ്ങളൊന്ന് എടുത്ത് പഠിച്ചാൽ, ഒരു വ്യത്യസ്തമായ പെർസ്പെക്റ്റീവ് പഠിച്ചാൽ, യേശു അത്ര പുവർ ലൈഫ് ലീഡ് ചെയ്ത ആളൊന്നുമല്ല. ഹി വാസ് സംതിങ് ലൈക്ക് എ സെലിബ്രിറ്റി. നമ്മളത് വേറൊരു വീഡിയോയിൽ കാണും. അപ്പോൾ വാസ്തവത്തിൽ ഈ സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ബൈബിളിനെതിരല്ല. പക്ഷെ നമ്മുടെ ഇടയിൽ എങ്ങനെയോ ആ ഒരു ടീച്ചിങ്സ് വന്നു, സമ്പത്തുണ്ടാക്കുന്നത് തെറ്റാണെന്നുള്ളത്. സോ അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ഓണപ്പർ എന്ന ചാനലിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ട്രോണറിയായ രീതിയിൽ സമ്പത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇനി കുറച്ച് കടത്തി പറഞ്ഞാൽ ഒരു എയർപ്ലെയിൻ സ്വന്തമായിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ $millions ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെയാണ്, ദൈവം നിങ്ങളുടെ എതിരല്ല. കാരണം നിങ്ങൾ സമ്പത്തുണ്ടാക്കിയെങ്കിൽ മാത്രമേ അത് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടത്തുള്ളൂ. ബിക്കോസ് യു ആർ ഇൻ ദ കിങ്ഡം. സോ അതുകൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കൃപ തരുന്ന ഒരു ദൈവത്തെ ആശ്രയിക്കാം. അവൻ്റെ കൂടെ ചേർന്ന് നിന്ന് ആ ശബ്ദം കേട്ട് നമുക്ക് സമ്പത്തുണ്ടാക്കാം. അത് നമുക്കും നമ്മുടെ സൊസൈറ്റിക്കും ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനമായി തീരട്ടെ. നല്ല മനുഷ്യരുടെ കയ്യിൽ പണം ചെന്നെങ്കിൽ അത് സമൂഹത്തിന് ഗുണകരമാകത്തുള്ളൂ. സോ നമുക്ക് വീണ്ടും കർത്താവിനെ കുറച്ചുകൂടെ ആശ്രയിക്കാം. നമ്മുടെ മനോഭാവങ്ങൾ മാറട്ടെ. ഗോഡ് ബ്ലെസ് യു.